നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവളുടെ തലയിൽ ഇടിത്തി വീഴത്തേ ഉള്ളൂ. മനസ്സറിഞ്ഞാ ഞാൻ ശപിക്കുന്നത്. അമ്മ ഒന്ന് നിർത്ത്. എന്തായാലും നമ്മൾ അങ്ങോട്ടല്ലേ പോകുന്നേ. അയാളെ നേരി കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. ഇപ്പൊ തന്നെ ചെല്ലാന്ന് പറയണം. ഇവിടെ പറയാൻ മോളെ, നിങ്ങള് എത്ര നേരം അവിടെ ഉണ്ടാവും? കഴിച്ചു തുടങ്ങിയിട്ടില്ല, ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ. ബിഗ് ഫ്രണ്ട് വേഗം വന്നാ മതി. ഞാൻ വാട്സാപ്പിൽ ലൊക്കേഷൻ അയച്ചേക്കാം. ശരി മോൾ, അച്ഛനെ അവിടെ പിടിച്ചിരുത്തണം. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വരാം. ഓക്കേ. നിക്ക്, നിന്റെ കൂടെ ഞാനും വരുന്നുണ്ട്. ആ, അങ്ങനെ ലൊക്കേഷൻ അയച്ചു. ഇനി ബിഗ് ഫ്രണ്ട് വന്നോളും. ആ സത്യയുടെ അച്ഛനെ എനിക്ക് നേരിട്ടൊന്ന് പരിചയപ്പെടുകയും സംസാരിക്കുകയും വേണം. കുറെ അധികം കാര്യങ്ങൾ മനസ്സിലുണ്ട്. ഇന്ന് അതിനെല്ലാം എനിക്ക് ഉത്തരം കിട്ടണം. നീ പെട്ടെന്ന് തന്നെ റെഡിയാവ്. നമുക്കിപ്പോ തന്നെ ഇറങ്ങാം. റെഡിയാവാനൊന്നുമില്ല. അവര് ഭക്ഷണം കഴിച്ച് തീരുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. പോവാം. കുഞ്ഞേച്ചിയുടെ ജീവിതത്തിൽ എന്തൊക്കെയാ ഈശ്വര ഈ സംഭവിക്കുന്നത്? സത്യയുടെ അച്ഛനായിട്ട് വന്നത് ശരിക്കും ആരായിരിക്കും? അങ്ങനെ ഒരാളെ കുറിച്ച് കുഞ്ഞേച്ചി ഇന്നുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഇനി സത്യയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും പരിചയക്കാരെ കൊണ്ട് അച്ഛനായിട്ട് അഭിനയിപ്പിക്കുന്നതാണോ? അങ്ങനെയാണെങ്കിൽ ഇവരിപ്പോ അവിടെ പോയി ബഹളം വെക്കില്ലേ? ഇതെങ്ങനെയാ കുഞ്ഞേച്ചി ഒന്ന് അറിയിക്കുക? സ്വിച്ച് ഓഫ് ആണല്ലോ. ഇനി എന്തൊക്കെയാവും ദൈവമേ നടക്കുക? എന്താ സത്യമോൾ ഇങ്ങനെ നോക്കുന്നത്? എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അച്ഛാ. അച്ഛൻ വന്നതാണോ? അച്ഛൻ വന്നതും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതും എല്ലാം സന്തോഷായില്ലേ മോക്ക്? ഒരുപാട് ഒരുപാട് സന്തോഷായി. അമ്മയും കൂടി വേണമായിരുന്നു. അല്ല, നമ്മള് വിളിച്ചതല്ലേ, തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ. ഇല്ലെങ്കിൽ നമുക്ക് അമ്മയും കൂട്ടായിരുന്നല്ലോ. ഇനി അച്ഛൻ എന്നാ അച്ഛ വരുന്നേ? ലീവ് എന്ന് കിട്ടും നോക്കട്ടെ, എന്നിട്ട് വരാം. ഇനി വരുമ്പോ അച്ഛനും അമ്മയ്ക്കും നടുക്കിരുന്ന് സത്യമോക്ക് ഒരു ഫോട്ടോ എടുക്കണം. എന്റെ ഫ്രണ്ടിനെ കാണിക്കാനാ. പിന്നെ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് സത്യമോക്ക്. എല്ലാം ഇതുപോലെയൊക്കെ നടത്തിയെടുക്കാലേ അച്ഛാ? അതെ അതെ, ഇതുപോലെ കുറേശ്ശെ നടത്തിയെടുക്കാം. നിന്റെ ഈ കൊച്ചു കൊച്ചു ആവശ്യങ്ങൾ പോലും നടത്തിത്തരാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതുപോലൊരു വേഷം മാറലിന് അമ്മ തയ്യാറായത്. എങ്ങനെയെങ്കിലും മോൾക്കൊരു സന്തോഷം തന്നില്ലെങ്കിൽ ഈശ്വരൻ പോലും എന്നോട് പൊറുക്കില്ല. ഇത്രയ്ക്ക് മോളൊരു അച്ഛന്റെ സ്ഥാനം ആഗ്രഹിക്കുന്നുണ്ട്. അച്ഛൻ കരയുവാണോ? മോൾക്ക് വെറുതെ തോന്നിയതാ. ഇല്ല, അച്ഛൻ കരയുമായിരുന്നു. അച്ഛന് സങ്കടം വരുന്ന കാര്യമല്ലോ ഞാൻ പറഞ്ഞായിരുന്നോ? എങ്കിൽ സോറി അച്ഛാ. ഒന്നുമില്ല, മോള് കഴിക്കേ. അച്ഛന് വേണ്ടേ? അച്ഛൻ കഴിച്ചോളാം. ഇപ്പൊ മോള് കഴിക്കേ. ഇനി
എങ്ങനെയുണ്ട്? കൊള്ളാമോ? നന്നായിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, അവരച്ഛനും മോളും അമ്മയും എല്ലാം ഒന്നിച്ചത് കണ്ടില്ലേ? വിഡ്ഢിയായത് ഞാനും നീയും. വിഡ്ഢിയായതല്ല, നമ്മളെ ആക്കിയതാ. ആര്? ശാലിനി. ഇല്ലെങ്കിൽ നമ്മളെ എല്ലാവരെയും ഇത്രയും കാലം പൊട്ടം കളിപ്പിക്കുമായിരുന്നു. സത്യയുടെ അച്ഛൻ ആരാണെന്ന് നമ്മുടെ ചോദ്യത്തിന് ഇതുവരെ അവൾ ഉത്തരം തന്നിട്ടില്ല. ഇതുവരെ. അതിന് കാരണം ഇപ്പൊ ഈ വന്നിരിക്കുന്നവനാ. അവനേതായാലും ഇവിടുത്തുകാരനൊന്നും അല്ലെന്ന് തോന്നുന്നു. കണ്ടിട്ടൊരു വടക്കേ ഇന്ത്യക്കാരന്റെ എല്ലാ മട്ടും പാവൊക്കെ അവനുണ്ട്. അവന്റെ മുഖം ഞാൻ ശരിക്ക് കണ്ടതുമില്ല. എന്തായാലും സത്യയുടെ അച്ഛൻ തന്നെയാ. ആ ഒരു രൂപവും ഭാവവും എല്ലാം അങ്ങനെ തന്നെ അവനുണ്ട്. എന്തായാലും ഇപ്പൊ അവനൊന്ന് നേരി കാണാലോ. എല്ലാ സംശയങ്ങളും ചോദിച്ച് മനസ്സിലാക്കൊള്ളണം. ഇവര് തമ്മിൽ ഡൽഹിയിൽ എവിടെയോ വെച്ചോ പരിചയപ്പെട്ടതാകണം. എന്നാലും ഇത്രയും കാലം ഇവൾ ഇതെല്ലാം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടല്ലേ നിന്നെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിച്ചത്. അവളുടെ തലയിൽ ഇടിത്തി വീഴത്തേ ഉള്ളൂ. മനസ്സറിഞ്ഞാ ഞാൻ ശപിക്കുന്നത്. അമ്മ ഒന്ന് നിർത്ത്. എന്തായാലും നമ്മൾ അങ്ങോട്ടല്ലേ പോകുന്നേ. അയാളെ നേരി കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. ഈ ബന്ധം എന്തിന്റെ പേരിലാണെന്നും എന്ന് തുടങ്ങിയെന്നും എങ്ങനെ ഇവര് പരിചയപ്പെട്ടെന്നും എല്ലാം ചോദിക്കണം. അപ്പൊ കാര്യങ്ങളെല്ലാം വ്യക്തമാവുമല്ലോ. എന്നാലും എടാ, നിന്റെ വിധിയോർത്ത് കരയാനല്ലേ അമ്മയ്ക്ക് പറ്റുന്നുള്ളൂ. ചതിച്ചിട്ടുണ്ടെങ്കിൽ പകരം ചോദിക്കണോടാ. നിന്നെ പറഞ്ഞു വഞ്ചിച്ചതിന്, സ്നേഹം നടിച്ച് ചതിച്ചതിന്, എല്ലാത്തിനും പകരം ചോദിക്കണം. പകരം ചോദിക്കണം. അത് തന്നെ പറഞ്ഞു ഒന്ന് നിർത്താൻ. എന്തായാലും നമ്മളവിടെ ചെല്ലട്ടെ. എന്നിട്ട് നേരിട്ട് കാണട്ടെ. എന്നിട്ട് തീരുമാനിക്കാലോ അല്ല. അത് വരുന്നു സ്വൈരന്താ. ചുറ്റും നോക്കിയിരിക്കാതെ കഴിക്കുമോളെ. ബിഗ് ഫ്രണ്ടിനെ കാണുന്നില്ലല്ലോ. ബിഗ് ഫ്രണ്ടിനെ അച്ഛനൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കായിരുന്നു. ഓക്കെ, ഇനി എന്തെങ്കിലും വേണമെന്നുണ്ടോ? വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അച്ഛനെ എപ്പോഴും ഇങ്ങനെ വന്ന് ഔട്ടിങ്ങിന് കൊണ്ടുപോകാനും റെസ്റ്റോറൻറ്റിലൊക്കെ ഇങ്ങനെ കയറ്റാനൊന്നും പറ്റില്ല കേട്ടോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.